ഹായ് കൂട്ടുകാരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 4ാമത്തെ സെമ്മിലെ മലയാള സാഹിത്യ മാതൃകകളിലെ ബ്ലോക്ക് 2-ലെ 1ാമത്തെ യൂണിറ്റാണ്. ഒരു വലിയ മുഹൂർത്തത്തിൻ്റെ പശ്ചാത്തലം ശ്രീനാരായണ ഗുരു സ്വാമിയെക്കുറിച്ച് MK സാനു എഴുതിയതാണ്. അപ്പോൾ ഇതൊരു ജീവചരിത്രമാണ്. അപ്പോൾ നമ്മൾ ജീവചരിത്രം എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വിശദമായ വിവരണമാണ്. വിദ്യാഭ്യാസം, ജോലി, അതുപോലെ ബന്ധങ്ങൾ, മരണം തുടങ്ങിയ അടിസ്ഥാന വസ്തുക്കൾ മാത്രമല്ല, നിരവധി സംഭവങ്ങൾ, സൂക്ഷ്മ വിവരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം ആത്മകഥയും ജീവചരിത്രവും രണ്ടാണ്. ആത്മകഥ ഒരു വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തി തന്നെ എഴുതുന്നതാണ്. ജീവചരിത്രമാണെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് മറ്റൊരാൾ എഴുതുന്നതാണ്. 18ാം നൂറ്റാണ്ടിലെ ജീവചരിത്ര ശാഖ എന്താണ് സജീവവും സംശുഷ്ടവുമാണെന്ന് കാണാം. മലയാളത്തിൽ ഇംഗ്ലീഷിൻ്റെ ചൂട് പിടിച്ചാണ് ചരിത്ര ശാഖ വളരുന്നത്. 1895 വിശാഖം തിരുനാളും കേരളവർമ്മയും മറ്റും ചേർന്ന് വിവർത്തനം ചെയ്ത മഹത് ചരിത സംഗ്രഹമാണ് ദ ട്രഷറി ഓഫ് ഗ്രേറ്റ് മെൻ ആദ്യത്തെ ജീവചരിത്ര കൃതിയായി കണക്കാക്കപ്പെടുന്നത്. കേരളീയ ജീവിത നവോത്ഥാനത്തിൻ്റെ അമരത്ത് നിലകൊള്ളുന്ന ശ്രീനാരായണ ഗുരുവിനെ പറ്റി പല ആൾക്കാരും ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. ഈ ആകാംക്ഷയെ പൂരിപ്പിക്കുന്ന സാഹിത്യ രൂപമാണ് ആത്മകഥയും ജീവചരിത്രവും. ആത്മകഥ വ്യക്തി സ്വയം എഴുതുന്നതും ജീവചരിത്രം വ്യക്തിയുടെ ചരിത്രം മറ്റൊരാൾ എഴുതുന്നതുമാണ് സാഹിത്യ രൂപങ്ങളാണ് ജീവചരിത്രവും ആത്മകഥയും എന്ന് പറയുന്നത്. നാരായണ ഗുരു ആത്മകഥ എഴുതിയിട്ടില്ലാത്തതിനാൽ അദ്ദേഹത്തിനെ കൂടുതൽ അറിയാൻ നമ്മെ സഹായിക്കുന്നത് ജീവചരിത്ര കൃതികളാണ്. അതുപോലെ ഇതിൽ MK സാനു അദ്ദേഹത്തിൻ്റെ വലിയൊരു സംഭാവനയാണ് ഈ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ MK സാനുവിൻ്റെ പ്രധാന കൃതികളാണ് പ്രഭാത ദർശനം, സഹോദരൻ K അയ്യപ്പൻ, മലയാള സാഹിത്യ നായകന്മാർ, കുമാരനാശാൻ, ഇവർ ലോകത്തെ സ്നേഹിച്ചവർ, M ഗോവിന്ദൻ, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക്, കുന്തിദേവി, സാഹിത്യ ദർശനം, കർമ്മഗതി, എഴുത്തിൻ്റെ നാനാർത്ഥങ്ങൾ, ആശാൻ പഠനത്തിനൊരു മുഖപുരാമുദ്യം, കാവ്യജീവിതം, അങ്ങനെ ഒത്തിരി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ ഒത്തിരി അവാർഡുകളും കിട്ടിയ ഒരു വ്യക്തിയാണ്. 2011 കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം, 2002 പത്മപ്രഭാസ് പുരസ്കാരം, 2011 NK ശേഖർ പുരസ്കാരം, 2011 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, 2011 കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം, 2010 എഴുത്തച്ഛൻ പുരസ്കാരം, 2013 എന്നീ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. MK സാനുവിന്. MK സാനുവിൻ്റെ രചിച്ച നാരായണ ഗുരു സ്വാമി എന്ന ജീവചരിത്രത്തിലെ ഒരു അധ്യായമാണ് പഠന വിഷയം. 1976 സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പുറത്തിറക്കിയ ഈ ഗ്രന്ഥത്തിൽ 4 ഭാഗങ്ങളിലായി 47 അധ്യായങ്ങളാണുള്ളത്. 1, 2, 3 അധ്യായങ്ങളിൽ 15 അധ്യായവും 4ാമത്തെ ഭാഗത്ത് 2 അധ്യായങ്ങളുമാണുള്ളത്. 1ാം ഭാഗത്തിലെ 11ാമത്തെ അധ്യായമായ ഒരു വലിയ മുഹൂർത്തത്തിൻ്റെ പശ്ചാത്തലമാണ് പാഠ്യവിഷയമായിട്ടുള്ളത്. ഈ അധ്യായത്തിന് 2 ഭാഗങ്ങളാണുള്ളത്. 1ാമത്തെ ഭാഗത്തിൽ അരുവിപ്പുറത്ത് നാരായണ ഗുരു നടത്തിയ പ്രതിഷ്ഠയെ തീവ്രതമായി വിവരിക്കുകയും 2ാമത്തെ ഭാഗത്ത് അതിനെ അവലോകനം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഭക്തന്മാർ വന്ന് സന്ദർശിക്കുന്നതിന് വേണ്ടി ഒരു ആരാധന കേന്ദ്രം ഉണ്ടായേ തീരൂ എന്ന് നാരായണ ഗുരു സ്വാമിക്ക് തോന്നി. ആ കാര്യം തന്നെ കാണാൻ വരുന്ന ചെറുപ്പക്കാരോട് സൂചിപ്പിക്കുകയും ചെയ്തു. അവർ ശിവരാത്രി ദിവസം ദേവാലയ പ്രവേശനം നടത്താമെന്ന് തീരുമാനിക്കുന്നു. അന്നത്തെ സാധാരണക്കാരായ ആളുകളെ ആകർഷിക്കാൻ ക്ഷേത്രത്തിലൂടെ കഴിയുമെന്ന് നാരായണ ഗുരു കരുതിയിരുന്നു. സ്വാമിയുടെ സങ്കല്പത്തിലെ ദേവാലയങ്ങൾ വിശുദ്ധിയുടെയും വളർച്ചയുടെയും കേന്ദ്രങ്ങളായിരുന്നു. ക്ഷേത്രം എന്നാൽ ഒരു കെട്ടിടം എന്നല്ല ഉദ്ദേശിച്ചത് അദ്ദേഹം. നദിയുടെ കിഴക്കേ തീരത്തുള്ള ഒരു പാറയെ പീഠമായി സങ്കല്പിച്ച് അതിന്മേൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്താനാണ് സ്വാമി നിശ്ചയിച്ചത്. ആ സ്ഥലം മുഴുവൻ വൃത്തിയാക്കി കുരുത്തോലയും മാവിലയും കൊട്ടി മരോട്ടിക്കായ മുറിച്ച് അദ്ദേഹം ആ സ്ഥലം മുഴുവൻ വൃത്തിയാക്കി കുരുത്തോലയും മാവിലേക്ക് കെട്ടി മരോട്ടിക്കായ മുറിച്ച് അതിൽ എണ്ണയൊക്കെ ഒഴിച്ച് വിളക്കുകളൊക്കെ തയ്യാറാക്കി നാഗസ്വര വിദ്വാൻമാർ ആലാപനമൊക്കെ തുടങ്ങിയായിരുന്നു. ധാരാളം ആളുകൾ അങ്ങോട്ടൊക്കെ എത്തി. ഇത് കണ്ടുകൊണ്ട് എല്ലാവരും നാരായണ ഗുരുവിനെ തിരക്കി. അദ്ദേഹം ഏകാഗിയായി ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. പാതിരാത്രി ആയപ്പോൾ ധ്യാനത്തിൽ നിന്ന് ഉണർന്നു ഗുരുദേവൻ ആറ്റിൻകരയിലേക്ക് നടന്നുപോയി നദിയിലിറങ്ങി വെള്ളത്തിൽ മുങ്ങി നാരായണ ഗുരു ശിവലിംഗവുമായി ഉയർന്നു വന്നു. കരയിലേക്ക് കയറിയ സ്വാമി ഏകദേശം 3 മണിക്കൂറോളം ആ ശിലയുമായി ധ്യാനത്തിൽ ലയിച്ചങ്ങനെ ഇരുന്നു. വെളുപ്പാങ്കാലത്ത് ഏകദേശം 3 മണിയോടെ സ്വാമി ധ്യാനത്തിൽ നിന്ന് അങ്ങ് ഉണർന്നു സജ്ജമാക്കിയ പീഠത്തിൽ ശിവനെ അങ്ങ് പ്രതിഷ്ഠിച്ചു. കേരള ചരിത്രത്തിലൊരു ഉദയുഗത്തിൻ്റെ പിറവി കുറിച്ച മുഹൂർത്തമായിരുന്നു ഈ ശിവപ്രതിഷ്ഠ എന്ന് പറയുന്നത്.
സ്വാമി നടത്തിയ അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ ഒരു പുതിയ യുഗത്തിൻ്റെ പിറവിയായത് എങ്ങനെയെന്ന് മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രപരമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. ജനത വർഗങ്ങളായാണ് അക്കാലത്ത് കഴിഞ്ഞു പോന്നിരുന്നത്. വർഗമെന്നാൽ ജാതി എന്നർത്ഥം. പല തട്ടുകളിലായിട്ട് ജാതി ശ്രേണിയിൽപ്പെട്ട് കിടന്ന സമുദായങ്ങൾ തമ്മിൽ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ അങ്ങനെയൊക്കെ നിലനിന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഈ ആചാരത്തോടും ഈ ആട്ടിയകറ്റപ്പെട്ടവരോടും അകറ്റുന്നവരോടും ഒക്കെ ഒരുപോലെ ആദരവായിരുന്നു. കാരണം എഴുത്തച്ഛൻ്റെ ബ്രാഹ്മണ സ്തുതിയും 1889 ഇറങ്ങിയ ഇന്ദുലേഖയിലെ എനിക്ക് മലയാളത്തിൽ നമ്പൂതിരിമാരേക്കാൾ അധികം ബഹുമാനമുള്ളത് ആരുമില്ല എന്ന വാക്കുകളും ഇതിനുദാഹരണങ്ങളാണ്. എം.കെ. സാനു അത് നമുക്ക് നിരത്തി കാണിച്ചു തരികയാണ് ഈ കൃതിയിലൂടെ. ഇപ്രകാരം ബ്രാഹ്മണ മേധാവിത്വത്തിലെ അധിഷ്ഠിതമായ ഒരു സമുദായ ക്രമത്തിലാണ് നാരായണഗുരു അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിപ്പിച്ചത്. ബ്രാഹ്മണർക്ക് ഇത് സഹിക്കോ? അവർക്ക് സഹിക്കാനായില്ല. അവരെന്ത് ചെയ്തു? ഗുരുദേവനോട് വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ ഒരുങ്ങി. ഈ പ്രവൃത്തിയെ ആരാധനയോടെ സാധാരണക്കാർ നോക്കിക്കണ്ടപ്പോൾ ഹൈന്ദവ പുരോഹിതന്മാരെന്ത് ചെയ്തു? ഗുരുവിനെ ചോദ്യം ചെയ്യാനെത്തി. മറുപടിയായി നാരായണഗുരു നൽകിയ ഉത്തരം എന്തെന്നറിയോ? ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നാണ്. അത്യന്തം പ്രക്ഷോഭകരമായ മനോഭാവത്തിന് വ്യാഖ്യാനം ആവശ്യമില്ലല്ലോ. നാരായണഗുരു ഒന്നിനെയും പരസ്യമായി നിഷേധിച്ചിട്ടില്ല. പക്ഷേ ദൈവകൽപ്പിതമെന്ന നിലയ്ക്ക് നൂറ്റാണ്ടുകളായി നിലനിന്നു പോന്ന ആ അനാചാരത്തെ ഇല്ലാതാക്കി ഒരു പ്രവൃത്തിയായിരുന്നു ഇത്. നാരായണഗുരു പുലർത്തിയിരുന്ന നവീനമായ ബോധമാണ് നവോത്ഥാന നായകന്മാരുടെ പിതാവായി, കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ്റെ പിതാവായി അറിയപ്പെടുന്ന നമ്മുടെ ശ്രീനാരായണ ഗുരു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആചാരലംഘനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതും. ഇതേക്കുറിച്ച് സ്വാമിയുടെ ശിഷ്യനായ കുമാരനാശാൻ ഇങ്ങനെ പറയുകയുണ്ടായി. എന്താണ്? ഇന്നലെ ചെയ്തൊരബദ്ധം മൂടൻ ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാവാം. ഈ നവീന ബോധമാണ് അടിമത്തത്തിൽ നിന്ന് കിടന്നിരുന്ന കേരളീയ ജനതയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ആധികരണങ്ങൾ പ്രസരിപ്പിച്ചത്. മറ്റൊരു വിധത്തിലും ശ്രീനാരായണ ഗുരുവിൻ്റെ അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ ആചാരലംഘനമായിരുന്നു. ആരാധനാലയ സമ്പ്രദായം പോലും കൃത്യമായിട്ടല്ലാതെ ദൈവങ്ങളിൽ തന്നെ അധംകൃതരാക്കി മാറ്റി നിർത്തിയിരുന്ന മാടനും മർദ്ദയും ചാമുണ്ടിയും മറുകൊലയും ഒറ്റമുലച്ചിയും ഭഗവതിയുമായിരുന്നു അവരുടെ ആരാധനമൂർത്തികൾ. ഇവരെ കള്ളും ചാരായവും ബലിയും കൊണ്ടാണ് ആരാധിച്ചിരുന്നത്. ഈ സമ്പ്രദായത്തിൽ പുലരുന്ന ജനതയിലേക്കാണ് ഏകാഗ്രമായ ധ്യാനത്തോടും സാത്വികമായ സന്തരീക്ഷത്തോടും കൂടി സ്വാമി ശിവലിംഗ പ്രതിഷ്ഠ അരുവിപ്പുറത്ത് നടത്തിയിരുന്നു. ആ പ്രതിഷ്ഠയുടെ ഭാഗമായ ഒരു ശ്ലോകവും ഗുരു ചേർത്ത് വെച്ചു. ജാതിഭേദമതദ്ദേശം ഏതുമില്ലാതെ സർവരും സോദരനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇന്നും സമകാലിക പ്രസക്തമായ ഈ ശ്ലോകം പ്രവാചകതുല്യമായ മനസ്സിൻ്റെ ബാക്കി പത്രമാണ്. ഇതുകൂടാതെ സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക, പ്രബുദ്ധരാകുക എന്നിങ്ങനെ 2 ആപ്തവാക്യങ്ങളും ഗുരു അനുയായികൾക്കായി നൽകി. ഗുരു നൽകിയ ഈ ഉപദേശങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയ കോളിളക്കങ്ങളാണ് എം.കെ. സാനു ബാക്കി അധ്യായത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്, കാണിച്ചു തരുന്നത്. ജീവചരിത്ര ജന്മം വളരെ ലളിതവും ഒപ്പം തന്നെ ചിന്താനീയവുമാകുന്ന കാഴ്ചയാണ്. എം.കെ. സാനുവിൻ്റെ നാരായണഗുരു സ്വാമി വായിക്കുമ്പോൾ അനുഭവവേദ്യമാകുന്നത് ഒരു വലിയ മുഹൂർത്തത്തിൻ്റെ പശ്ചാത്തലമെന്ന അധ്യായം 2 ഭാഗമായി തിരിച്ച് ഒന്നിൽ അനുഭവവേദ്യമായ ഭാഷയും മറ്റൊന്നിൽ വിശകലനാത്മകമായ ഭാഷയും നൽകിക്കൊണ്ടാണ് എം.കെ. സാനു വായനക്കാരോട് സമ്പാദിക്കുന്നത്. ഇതിലൂടെ അനുവാചക മനസ്സിൽ നാരായണ ഗുരുവിൻ്റെ ഒരു ചിത്രം പതിപ്പിക്കുക മാത്രമല്ല, ആ കാലത്തെ സമൂഹങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ കൂടി ഈ ജീവചരിത്രം നമുക്ക് നൽകുന്നുണ്ട്. നമുക്കിതിൽ എടുത്തു പറയേണ്ടത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന ആപ്തവാക്യം കേൾക്കാത്തവരായി ആരും തന്നെ ഈ കേരളത്തിലില്ല, ഈ ഇന്ത്യയിൽ തന്നെ കാണുമോ എന്തോ അല്ലേ. അത്രമാത്രം പ്രസിദ്ധിയാർജിച്ച ആ വരികൾ ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. സാമൂഹ്യ പരിഷ്കരണ രംഗത്തും സാഹിത്യ രംഗത്തും വളരെയധികം സംഭാവനകൾ നൽകിയ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം മലയാളികൾക്ക് സുപരിചിതമാണ്.
അദ്ദേഹത്തിൻ്റെ അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠയും കണ്ണാടി പ്രതിഷ്ഠയും വളരെയധികം പ്രസിദ്ധിയാർജിച്ച പ്രവർത്തികളാണ്. കേരളത്തിലെ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ അനുഭവിച്ച ജനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കുമായി ശ്രീനാരായണ ഗുരു ചെയ്ത കാര്യങ്ങൾ പ്രശംസനീയമാണ്. സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിലനിന്ന അനാചാരങ്ങളുടെ നീക്കം ചെയ്യാനും സമുദായത്തെ അടിമുടി പരിഷ്കരിക്കാനും നടത്തിയ ശ്രമങ്ങളാണ് അദ്ദേഹത്തെ നവോത്ഥാന നായകനാക്കി തീർത്തത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ രൂപം കൊള്ളാൻ കേരളത്തിലെ പാർശ്വവൽക്കരണ ജനതയുടെ നവോത്ഥാന ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു. അങ്ങനെ 1903 SNDP നിലവിൽ വന്നു. നമുക്ക് റീക്യാപ്പ് നോക്കാം. നാരായണ ഗുരുവിൻ്റെ സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങൾ, സാഹിത്യ സംഭാവനകൾ ഒക്കെയാണ് MK സാനുവിൻ്റെ സാഹിത്യ ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. MK സാനുവിൻ്റെ ജീവചരിത്ര കൃതികളും അവാർഡുകളും നമുക്കിതിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. ഗുരുവിൻ്റെ അരുവിപ്പുറ പ്രതിഷ്ഠ വിശാലമായ അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അരുവിപ്പുറ പ്രതിഷ്ഠയ്ക്ക് ഒരുക്കിയ ഭൗതിക സാഹചര്യങ്ങളും ബ്രാഹ്മണന്മാരുടെ മേധാവിത്വവും അവരുടെ അടിച്ചമർത്തലുകളും അവർക്കെതിരെ നമ്മുടെ നാരായണ ഗുരു സ്വാമി ചെയ്ത ആ പുണ്യകർമ്മങ്ങളും, അതുപോലെ അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയും ഈഴവ പ്രതിഷ്ഠയ്ക്കുള്ള സാമൂഹ്യ സാഹചര്യങ്ങളും ഈഴവന്മാരുടെ ആരാധനക്രമത്തിലുണ്ടാക്കിയ മാറ്റങ്ങളും ഗുരുവിൻ്റെ ആപ്തവാക്യങ്ങളുമെല്ലാം ഇതിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നു MK സാനു. ഗുരു നൽകിയ ഈ ഉപദേശങ്ങളും സമൂഹത്തിലുണ്ടാക്കിയ കോളിളക്കങ്ങളും ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ രൂപം കൊള്ളൽ കേരളത്തിലെ പാർശ്വവൽകൃത ജനതയുടെ നവോത്ഥാന ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുകയും ഉണ്ടായി എന്ന് MK സാനു ഈ ഒരു വലിയ മുഹൂർത്തത്തിൻ്റെ പശ്ചാത്തലം എന്ന പാഠത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ശ്രീനാരായണ ഗുരുസ്വാമി എന്ന ജീവചരിത്ര ഗ്രന്ഥം എഴുതിയതാര്? നമുക്കെല്ലാവർക്കും അറിയാം. ആരാണ്? MK സാനു ആണ്. ഗുരുവിനെ പറ്റി കുമാരനാശാൻ എഴുതിയ ജീവചരിത്ര കുറിപ്പിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ശ്രീനാരായണ ഗുരു എന്നാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അരുവിപ്പുറത്താണ് ശിവപ്രതിഷ്ഠ നടത്തിയത്. നാരായണ ഗുരു സമുദായ ക്ഷേമത്തിനായി തുടങ്ങിവെച്ച യോഗത്തിൻ്റെ പേരെന്താണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പോൾ SNDP ശ്രീനാരായണ പരിപാലന യോഗം. എനിക്ക് മലയാളത്തിൽ നമ്പൂതിരിമാരേക്കാൾ അധികം ബഹുമാനമുള്ളവർ ആരുമില്ല എന്ന് അഭിപ്രായപ്പെട്ടത് എവിടെയാണ്? ചന്തുമേനോൻ ഇന്ദുലേഖ എന്ന നോവലിൽ കൂടിയാണ്. ഇന്നലെ ചെയ്തൊരബദ്ധം മൂഢർക്കിന്നൊരു ആചാരമാവാം, ഇന്നത്തെ ആചാരമാവാം, നാളത്തെ അത് ശാസ്ത്രവുമാവാം. ആരുടെ വരികളാണ്? കുമാരനാശാൻ്റെ വരികളാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരന്യേന വാഴുന്ന മാതൃകാസ്ഥാനമാണ്. ഈ ശ്ലോകം ഏത് പശ്ചാത്തലത്തിലാണ് രചിച്ചതെന്നാണ്? അരുവിപ്പുറം ശിവപ്രതിഷ്ഠയുടെ പശ്ചാത്തലത്തിലാണ്. സംഘടന കൊണ്ട് ശക്തരാവുക, വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക, പ്രബുദ്ധരാവുക, ഈ ആപ്തവാക്യം ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. സാധാരണക്കാരുടെ ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടി നവയുഗപ്പിറവിക്കായി നാരായണ ഗുരു പ്രതിഷ്ഠിച്ചത് ആരെയാണ്? അത് ശിവനെയാണ്. യാഥാസ്ഥിക ബ്രാഹ്മണ്യത്തിൻ്റെ ചോദ്യങ്ങൾക്ക് നാരായണ ഗുരു നൽകിയ മറുപടി എന്താണ്? ഈഴവ ശിവനെയാണ് താൻ പ്രതിഷ്ഠിച്ചതെന്നാണ്.